ഗുഡ് ഈവനിങ്. നമുക്കിന്ന് റെക്കറൻസ് റിലേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഹെഡിങ് കൊടുക്കുക റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ നമ്മളിപ്പം അതിന്റെ ആൻസർ അല്ല സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം ഡിസ്റ്റന്റ് ആണെങ്കിൽ, വ്യത്യാസമുള്ളതാണെങ്കിൽ, ഇപ്പം അതിന്റെ സൊല്യൂഷൻ എല്ലാം പല പല വാല്യൂസ് മാറി വന്നു. ഇപ്പം ആൽഫ 1, ആൽഫ 2 അങ്ങനെ പല വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എഴുതാൻ ഒരു വാല്യൂ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആ വാല്യൂ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇപ്പൊ ആ വാല്യൂ റേസ് ചെയ്യാൻ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു നെക്സ്റ്റ് വാല്യൂ റേസ് ചെയ്യാൻ എന്നോ എന്തായാലും നമുക്ക് ആ തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് എഴുതാം. വാല്യൂസ് എല്ലാം ഡിസ്റ്റന്റ് ആണെങ്കിൽ, കിട്ടുന്ന സൊല്യൂഷൻ എല്ലാം ഡിസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആൻസർ എഴുതുന്ന ഫോമാണ് ഇത്, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഓരോ വാല്യൂ റേസ് ചെയ്യാൻ. പിന്നെ അടുത്തത് വാല്യൂസ് എല്ലാം സെയിം ആണെങ്കിൽ, കിട്ടുന്ന വാല്യൂസ് സെയിം ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ, എല്ലാ വാല്യൂസും സെയിം ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എൻ ഇൻറ്റു ആൽഫ റേസ് ടു എൻ. മൂന്ന് വാല്യൂസും സെയിം ആണെങ്കിൽ എ ഒരു കോൺസ്റ്റന്റ്, ഇത് അനദർ കോൺസ്റ്റന്റും ആണ്. മൂന്ന് വാല്യൂസ് സെയിം ആണെങ്കിൽ എ പ്ലസ് ബി എൻ പ്ലസ് സി എൻ സ്ക്വയർ ഇൻറ്റു ആൽഫ റേസ് ടു എൻ. ഇങ്ങനെയാണ് ഫോം. ഇമാജിനറി ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ സിലബസിലില്ല. ഈ രണ്ട് കേസിലുള്ള ആൻസർ മാത്രമേ വരുവുള്ളൂ, ഡിസ്റ്റിന്റും റിപ്പീറ്റഡും. ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എഴുതുക സോൾവ് ദി റെക്കറൻസ് റിലേഷൻ. സോൾവ് ദി റെക്കറൻസ് റിലേഷൻ എ എൻ മൈനസ് 2a n മൈനസ് 1 minus 3a n minus 2 is equal to 0. an minus 2a n minus 1 minus 3 a n minus 2 is equal to 0. n greater than or equal to 2. n greater than or equal to 2. With a0 is equal to 3. a1 is equal to 1. a0 is equal to 3. a1 is equal to 1. a0 is equal to 3. a1 is equal to 1. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വാല്യൂസ് തന്നിട്ടില്ല എങ്കിൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ട. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയും. ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്, കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു റിലേഷൻ തരുമ്പം ഇതിന്റെ ലീസ്റ്റ് പവർ, ഈ താഴത്തെ പവർ നോക്കുക. ലീസ്റ്റ് പവർ, ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് n മൈനസ് 1, n മൈനസ് 2, n മൈനസ് 3 അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചെറിയ പവർ n മൈനസ് 2, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം എന്നിന്റെ വാല്യൂ കിട്ടി 2. ഇവിടെ ഇപ്പൊ n മൈനസ് 3 ആയിരുന്നെങ്കിൽ എന്നിന്റെ വാല്യൂ 3 കിട്ടിയേനെ. അപ്പൊ അതിനകത്തുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി ഇത് മാറ്റണം. ഇതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി മാറ്റണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി മാറ്റുമ്പം ഇവിടെ ഈ ഇങ്ങേയറ്റത്തുള്ള വാല്യൂ കോൺസ്റ്റന്റ് ആക്കി മാറ്റണം. ഈ ലീസ്റ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആക്കി മാറ്റണം. അപ്പൊ ഈ വാല്യൂ ഇവിടെ തുടങ്ങണം. പവർ എന്നിന്റെ വാല്യൂ 2 കിട്ടിയ പവർ 2-ലാണ് തുടങ്ങേണ്ടത്. എന്നിന്റെ വാല്യൂ 3 ആണ്, പവർ 3-ലാണ് തുടങ്ങേണ്ടത്. ഇവിടെ കൊടുക്കണം. ഇവിടെ ഇതിനകത്ത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിട്ട് ഈ തന്നിരിക്കുന്ന റിലേഷനെ മാറ്റണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെ അസോസിയേറ്റ് ഇക്വേഷൻ എന്ന് പറയും. അസോസിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. പവർ 2 സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ തുടങ്ങണം. ഇസഡ് സ്ക്വയർ മൈനസ് സെക്കൻഡ് ഡിഗ്രി ആകുമ്പോ സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി കോൺസ്റ്റന്റ്. അപ്പൊ ഇസഡ് സ്ക്വയർ മൈനസ് 2z മൈനസ് 3 is equal to 0. കണ്ടോ? ഇങ്ങേ അറ്റത്തുനിന്ന് വേണം തുടങ്ങാൻ. ഇസഡ് സ്ക്വയർ
മൈനസ് 2z മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കാൽക്കുലേറ്റർ എന്നോ അല്ലെ നിങ്ങൾക്കറിയാം. സമ്മും പ്രോഡക്റ്റും എടുത്തോ. തേർഡ് ഡിഗ്രി ആണേലും കാൽക്കുലേറ്ററിൽ നിന്ന് എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നിന്ന് വാല്യൂസ് കാണാം. അപ്പൊ ഇവിടുന്ന് ഇസഡിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് ഒന്നും അറിയാത്തവര് ആ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക. എയുടെ വാല്യൂ 1, ഇസഡ് സ്ക്വയറിന്റെ കൂടെ ബിയുടെ വാല്യൂ -2, സിയുടെ വാല്യൂ -3. ഇസഡ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇട്ട് കൊടുക്ക്. വാല്യൂ കണ്ടുപിടിക്കുക. രണ്ട് വാല്യൂസ് കിട്ടുന്നത് കണ്ടുപിടിക്കുക. ഇത് ഇട്ട് കൊടുത്ത് ചെയ്ത് ലെറ്റ് പ്രോഡക്റ്റ് സമ്മ് എടുത്ത് ചെയ്യാം. എത്തിയിട്ട് വായിക്കണേ. -1 ഉം 1 ഉം ആണോ? നോക്കട്ടെടാ. -1 ഉം 1 അല്ല അല്ല അല്ല. അതെങ്ങനെയാ നോക്കുന്നത്? 3 ആണ്. എത്രയാടാ? -1 3. അല്ല, രണ്ട് നമ്പറോട് ആഡ് ചെയ്യുമ്പോ -2 കിട്ടണ്ട. -1 ഉം 3 ആഡ് ചെയ്യുമ്പോ ഇത് കിട്ടത്തില്ലല്ലോ. പ്രോഡക്റ്റ് ഇതും വരണം. ഇതൊരു മെത്തേഡ്. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോ ഈ കോൺസ്റ്റന്റും പ്രോഡക്റ്റ് കോൺസ്റ്റന്റും ആഡ് ചെയ്യുമ്പോ ഇതും കിട്ടണം. അപ്പൊ -1 ഉം 3 ഓക്കെ അല്ലല്ലോ. -1 ഉം 3 ആഡ് ചെയ്യുമ്പം വെറും 2 വരുള്ളൂ. ഇവിടെ -2 ആ. പ്രോഡക്റ്റ് ഓക്കെ ആവും. ഇത് ഇട്ട് കൊടുത്തേ. പറ, കിട്ടിയേ പറ. മൈനസ് ഓഫ് മൈനസ് +2, മൈനസ് ഓഫ് മൈനസ് +2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2ന്റെ സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c. കണ്ടോ? c എന്ന് പറയുമ്പോ -3. b സ്ക്വയർ മൈനസ് 4ac ബൈ 2a 2 ഇൻറ്റു 1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 3 12 ബൈ 2. റൂട്ട് 16 4 ബൈ 2. എത്ര? 2 + 4 6 ബൈ 2 3. പിന്നെ 2 - 4 -2 ബൈ 2 -1. ശരിയാണ്. കാരണം മൈനസ് കൊണ്ട്, ശരിയാ, കുറച്ചു മുമ്പ് ആരാണോ പറഞ്ഞത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത് ഓക്കെ ആകും. അപ്പൊ ഈ കിട്ടിയ വാല്യൂ ഇസഡിന്റെ രണ്ട് വാല്യൂ ഡിസ്റ്റിന്റ് ആണോ റിപ്പീറ്റഡ് ആണോ നോക്കണം.
അപ്പൊ നോക്കിയപ്പോ ഈ രണ്ട് വാല്യൂ ഡിസ്റ്റന്റ് വ്യത്യാസമുള്ള വാല്യൂസ് ആണ്. അപ്പൊ 3യും -1ഉം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 3യും -1ഉം കിട്ടിയപ്പോ അതിന്റെ സൊല്യൂഷൻ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു, അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് 3യും -1. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പം Z is equal to A into -1 raised to n plus B into 3 raised to n. ഇതാണ് സൊല്യൂഷൻ. ഇതാണ് അവിടുത്തെ സൊല്യൂഷൻ. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു വാല്യൂ റേസ് ടു n പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു അടുത്ത വാല്യൂ റേസ് ടു n. ഇതാണ് ആൻസർ. അപ്പൊ അവിടെ നോക്കിയപ്പം അപ്പൊ Z അല്ല an എയിലാണ് ഇക്വേഷൻ. അപ്പൊ an ഈസ് ഈക്വൽ ടു ഇത് ആൻസർ. വാല്യൂസ് ഒന്നും അവിടെ ഇനിഷ്യൽ വാല്യൂസ് തന്നിട്ടില്ല എങ്കിൽ ഇത്രയുള്ള ആൻസർ. അപ്പൊ ഇവിടത്തെ വാല്യൂ A0 ഇസ് ഈക്വൽ ടു 3, A1 ഇസ് ഈക്വൽ ടു 1. ഈ വാല്യൂ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കോൺസ്റ്റന്റ് ഉണ്ട് എങ്കിൽ രണ്ട് ഇക്വേഷനിലേ ചെയ്യാൻ പറ്റൂ. 3 കോൺസ്റ്റന്റ് ആണെങ്കിൽ 3 ഇക്വേഷൻ വേണം. അപ്പൊ A0യുടെ വാല്യൂ ആണ് 3. അപ്പൊ n-ന് 0 കൊടുക്കണം. n is equal to 0. A0 3 ആണ്. അപ്പൊ n-ന് 0. അപ്പൊ A0 is equal to n-നാണ് 0, n-ന് 0, A into -1 raised to 0 plus B into 3 raised to 0. ആ വാല്യൂ A0 തന്നത് 3 ആണ്. A0യുടെ വാല്യൂ 3 ആണ് തന്നത്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് റേസ് ടു 0 ആൻസർ 1 ആണ്. ഒരു കോൺസ്റ്റന്റ് റേസ് ടു 0 1. അപ്പൊ A പ്ലസ് B ഒരു വാല്യൂ റേസ് ടു 0 1 ആണ് ഈസ് ഈക്വൽ ടു 3. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. അടുത്തത് n-ന് 1, n-ന് 1, n-ന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കണം. A1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു -1 റേസ് ടു 1 പ്ലസ് B ഇൻറ്റു 3 റേസ് ടു 1. A1ന്റെ വാല്യൂ 1 ആണ് തന്നത്. A1ന്റെ വാല്യൂ 1. അപ്പൊ -1 റേസ് ടു 1 -1 മൈനസ് A പ്ലസ് 3B ഈസ് ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 3. 2ഉം 3യും കൂടി നോക്കിയപ്പം ഒരെണ്ണം പ്ലസ് Aയും മറ്റേത് മൈനസ് Aയും. പ്ലസും മൈനസും കൂടെ വരുമ്പം ആഡ് ചെയ്യുമ്പോൾ ആ ടേം അങ്ങ് പോകും. അപ്പൊ 2ഉം 3യുടെ ആഡ് ചെയ്തു. 2 + 3. 2ഉം 3യും കൂടി ആഡ് ചെയ്തപ്പം പ്ലസ് Aയും മൈനസ് Aയും പോയി. 1B + 3B 4B ഈസ് ഈക്വൽ ടു 3 + 1 4. ബിയുടെ വാല്യൂ 4/4 1. ബിയുടെ പ്ലേസിൽ 1. ബിയുടെ വാല്യൂ 1. പിന്നെ ആ ബിയുടെ വാല്യൂ 2ലോ 3ലോ ഇട്ട് കൊടുക്കുമ്പം A + 1 ഈസ് ഈക്വൽ ടു 3. എയുടെ വാല്യൂ 3 - 1 2 ആയി. അപ്പൊ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 1. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഉൾപ്പെടെ വേണം കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാൻ. ഇങ്ങനെ ഈ എഴുതിയ സൊല്യൂഷൻ്റെ ആണ് ജനറൽ സൊല്യൂഷൻ. കോൺസ്റ്റന്റ് കൂടെ കിട്ടുവാണെങ്കിൽ അതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ an ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു n. ഈ സൊല്യൂഷന്റെ പേരാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്ക്. 2 വർഷം മുമ്പത്തെയാണ്. സോൾവ് ദി ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ. Solve the following recurrence relation. an minus 9 an minus 1 plus 20 an minus 2 is equal to 0. n greater than or equal to 2. A0 is equal to -3. A1 is equal to -10.
A0 minus 3, A1 minus 10. Characteristic equation. Characteristic equation. ഇസഡിൽ എഴുതണമെന്നില്ല, വേറെ വേരിയബിളിലോട്ട് മാറ്റിയാൽ മതി. അത് എക്സിലോ ഇസഡിലോ ഏതെങ്കിലും വേരിയബിളിലോട്ട് മാറ്റുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറഞ്ഞേ. ഇസഡ് ലീസ്റ്റ് വാല്യൂ n-2 is equal to 0 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 2. അപ്പൊ ഈ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസഡ് സ്ക്വയർ മൈനസ് 9z പ്ലസ് 20 is equal to 0. ഇസഡിന്റെ വാല്യൂ ചെയ്യും. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ചെയ്ത പോലെ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോ -9 പ്രോഡക്റ്റ് 20. അതും ചെയ്യാം. വാല്യൂ കണ്ടിട്ട് പറയും. -4 -5 ആണോ? സമ്മ് എടുക്കുമ്പോ -9 പ്രോഡക്റ്റ് 20 വരുമ്പോ -4 -5 കറക്റ്റ് ആണ്. കാരണം -4 -5 -9 കൂട്ടുമ്പോ പ്രോഡക്റ്റ് 20. അപ്പൊ നമ്മൾ അത് ഗ്രൂപ്പ് ചെയ്ത് എഴുതണം. ഇസഡ് ആ മെത്തേഡാണ്. ഇതേപോലെ കുറച്ചു മുമ്പ് ചെയ്ത മെത്തേഡ് ആണെങ്കിൽ നേരിട്ട വാല്യൂ കിട്ടും. ഇത് ഗ്രൂപ്പ് ചെയ്ത് എഴുതണം. ഇതൊന്നും പോണ്ട, കാൽക്കുലേറ്ററിൽ നിന്ന് വാല്യൂ കിട്ടും. Z-4 ഇൻറ്റു Z-5 ഈസ് ഈക്വൽ ടു 0. രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിലേ പ്രോഡക്റ്റ് 0 ആകത്തുള്ളൂ. അപ്പൊ Z-4 ഈസ് ഈക്വൽ ടു 0. Z4. Z-5 ഈസ് ഈക്വൽ ടു 0. എന്താണ് Z-5 ഈസ് ഈക്വൽ 0 ആയപ്പോ Z5. ഇതാണ് വാല്യൂസ്. ഇതും ഡിസ്റ്റന്റ് ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പം an ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു വാല്യൂ റേസ് ടു n പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ഇൻറ്റു അടുത്ത വാല്യൂ റേസ് ടു n. ഇത്രയും കിട്ടി. ഇനി ഈ വാല്യൂടെ ഇട്ട് കൊടുത്ത് ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. എന്നിന് 0 ഇട്ട് കൊടുക്കണം, എന്നിന് 1 ഇട്ട് കൊടുത്ത് ഒരു 2 ഇക്വേഷൻ ആക്കും. എന്നിന് 0 കൊടുക്കണം, എന്നിന് 1. എന്നിന് 0 ഇട്ട് കൊടുത്തപ്പം വാല്യൂ എന്നിന് 0 കൊടുത്തപ്പം A0 is equal to A into 4 raised to 0 plus B into 5 raised to 0 minus 3. A0 minus 3. ഒരു വാല്യൂ റേസ് ടു 0 1 ആണ്. അപ്പൊ A plus B is equal to -3. ഇക്വേഷൻ ഇത് 1, ഇത് 2. ഇനി എന്നിന് 1 ഇട്ട് കൊടുക്കണം, എന്നിന് 1. A1 is equal to A into 4 raised to 1 plus B into 5 raised to 1 is equal to -10. 4A plus 5B is equal to -10. Equation number 3. അപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ പോലെ
നേരിട്ട് അങ്ങോട്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ രണ്ട് കോൺസ്റ്റന്റും സെയിം ആയിട്ടുള്ളതോ ഒന്നുമില്ലാത്തത് കൊണ്ട് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആക്കണം. ഇപ്പൊ ഇവിടെ എയുടെ കോയിഫിഷ്യന്റ് 4 ആണെങ്കിൽ ഈ 4 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4 ആകും. ഇവിടുത്തെ എയുടെ കൂടെ വരുന്ന 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ടും സെയിം ആകും. 4 ഇവിടെ 4 ഇവിടെ 6 ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോയിഫിഷ്യന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ 2വിനെ ഫുള്ള് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 2വിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 4a പ്ലസ് 4b is equal to -12. 4 into -3 -12. തിരിച്ച് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആയതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട, അത് ഓക്കെ ആണ്. 4a പ്ലസ് 5b is equal to -10. ഇല്ല എങ്കിൽ 5 കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം രണ്ട് വാല്യൂ സെയിം ആണെങ്കിൽ മൈനസ് ചെയ്യണം. 4a മൈനസ് 4a പോയി. 4b മൈനസ് 5b മൈനസ് b. -12 മൈനസ് -10. അപ്പൊ -12 പ്ലസ് 10. -12 പ്ലസ് 10. അപ്പൊ വാല്യൂ -2. ബിയുടെ വാല്യൂ 2. ബിയുടെ വാല്യൂ 2. ആ ബിയുടെ വാല്യൂ ഏത് ഇക്വേഷന് വേണേലും കൊടുക്കാം. ഈ രണ്ടിൽ കൊടുത്തപ്പം a പ്ലസ് 2 is equal to -3. എയുടെ വാല്യൂ -3 -2 -5. അപ്പൊ എയും ബിയും കിട്ടി. സൊല്യൂഷൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. n is equal to a into 4 raised to n. a into 4 raised to n plus b into 5 raised to n. ഇത്ര എനിക്ക് തോന്നുന്നു 4-5 മാർക്കാണ് ഇത്രയും ചെയ്യുന്നതിന്. 4-5 മാർക്കാണ്. അത്രയാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. അതേപോലെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഇത് സെയിം വാല്യൂസ് ഡിസ്റ്റന്റ്, ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അത് കണ്ടത് ഇങ്ങനെയാണ്. സോൾവ് ദി റെക്കറൻസ് an മൈനസ് 6a n മൈനസ് 1 പ്ലസ് 12 a n മൈനസ് 2 മൈനസ് 8 a n മൈനസ് 3 is equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇനിഷ്യൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. നമ്മൾ ജനറൽ സൊല്യൂഷൻ വരെ ചെയ്താൽ മതി. അപ്പൊ എന്നിന്റെ വാല്യൂ 3 ആണ്. തേർഡ് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷനിലോട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മാറ്റുമ്പോൾ z³ മൈനസ് 6z² പ്ലസ് 12z മൈനസ് 8 is equal to 0. ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി പിന്നെ അത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് 3 സെയിം കിട്ടും. 2,2,2 കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. തേർഡ് ഡിഗ്രിയുടെ ഇക്വേഷൻ്റെ അകത്ത് കോയിഫിഷ്യന്റ് കൊടുത്താൽ ആൻസർ വരും. അപ്പൊ ഈ 3 വാല്യൂസും സെയിം ആകുന്ന കേസിൽ, വാല്യൂസ് സെയിം ആകുന്ന കേസിൽ 2 സെയിം ആകുന്നെങ്കിൽ മറ്റേതുപോലെ ഒരു കോൺസ്റ്റന്റിന്റെ ഒരു വാല്യൂ റൈസ് ടു n പ്ലസ് അടുത്ത കോൺസ്റ്റന്റിന്റെ അനദർ വാല്യൂ റൈസ് ടു n ഫോം അല്ല. a പ്ലസ് ബി എൻ ഇൻറ്റു ആ വാല്യൂ റൈസ് ടു n. ഇത് 3 സെയിം ആവുമ്പം 3 സെയിം ആണെങ്കിൽ a പ്ലസ് ബി ഇൻറ്റു n എന്നിലായതുകൊണ്ട് പ്ലസ് c ഇൻറ്റു n² ഇൻറ്റു 2 റൈസ് ടു n. ഇതാണ് 3 വാല്യൂ സെയിം ആണെങ്കിലുള്ള സൊല്യൂഷൻ. 4 ആണെങ്കിൽ d ഇൻറ്റു n³ ഇൻറ്റു ആ വാല്യൂ റൈസ് ടു n. ഇങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ. a പ്ലസ് ബി എൻ പ്ലസ് cn² ഇൻറ്റു ഒരു വാല്യൂ റൈസ് ടു n. ഇതാണ് ഫോം. ഇതാണ് വാല്യൂസ് എല്ലാം സെയിം ആകുന്ന കേസ്. റെക്കറൻസ് റിലേഷനിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. റെക്കറൻസ് റിലേഷൻ ആണ്. ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഇതേ മോഡൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്.
അടുത്ത പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് പഠിച്ചു. അതൊക്കെ ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ട്. ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതണേ. വാട്ട് ഈസ് ദി കോംപ്ലിമെന്റ് ഓഫ് ദി ഗിവൺ ഗ്രാഫ്? വാട്ട് ഈസ് ദി കോംപ്ലിമെന്റ് ഓഫ് ദി ഗിവൺ ഗ്രാഫ്? വാട്ട് ഈസ് ദി കോംപ്ലിമെന്റ് ഓഫ് ദി ഗിവൺ ഗ്രാഫ്? എ ബി സി ഡി ഇ. ഈ ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് വരച്ച് ഈ ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് സ്പാനിങ് ട്രീ വരയ്ക്കാൻ ഇതെല്ലാം ഉണ്ട്. കോംപ്ലിമെന്റ് അറിയാം. ഇതേപോലെ തന്നെ വെർട്ടെക്സ് അവിടെ കണക്ട് ചെയ്ത് എ ബി സി ഡി ഇ. കസിയ പറഞ്ഞേ, കോംപ്ലിമെന്റ് പറഞ്ഞ കസിയ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ. മൈക്ക് ഓൺ ചെയ്ത് പറയണേ. കസിയ ഇല്ലേ ക്ലാസ്സിൽ? ഉണ്ട് മിസ്സേ, ഉണ്ട്. ഞാൻ നോക്കുമായിരുന്നു. ആ പറയടാ, എന്താ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ഏത് രണ്ട് വെർട്ടീസസ് തമ്മിലാണോ അഡ്ജസന്റ് ആയിട്ടുള്ളത് അത് അല്ലാത്തതല്ല ഇവിടെ കോംപ്ലിമെന്റ് വരയ്ക്കണം. രണ്ട് വെർട്ടീസസ് എപ്പോഴാണ് അഡ്ജസന്റ് ആകുന്നത്? അത് തമ്മിൽ കോമൺ ആയിട്ട് ഒരു എഡ്ജ് വേണം. അതായത് ഏത് രണ്ട് വെർട്ടീസ് തമ്മിലാണോ അഡ്ജസന്റ് അല്ലാത്തത് അതെല്ലാം കോംപ്ലിമെന്റിൽ അഡ്ജസന്റ് ആക്കണം. രേഷ്മ പറഞ്ഞേടാ. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നല്ലേ രേഷ്മേ? ഇല്ലായിരുന്നു മിസ്. സിജോയെ? അശ്വതി, അശ്വതി. മിസ് ആ സിജോ ഉണ്ടോ? പറയാം. ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മിസ് കഴിഞ്ഞോളെ. ഓക്കെ. അനൂപ് ഉണ്ടോയിരുന്നോ? എ ടു ഡിയിലേക്കാണോ? എയും സിയും എയും ബിയും അഡ്ജസന്റ് ആകാനുള്ള റീസൺ അത് തമ്മിൽ കോമൺ ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്. അതിനെയാണ് അഡ്ജസന്റ് വെർട്ടീസസ്. രണ്ട് വെർട്ടീസസ് അഡ്ജസന്റ് ആകാനുള്ള റീസൺ കോമൺ ആയിട്ട് ഒരു എഡ്ജ് വേണം, എങ്കിലേ അത് അഡ്ജസന്റ് വെർട്ടീസസ് ആകത്തുള്ളൂ. അങ്ങനെ അഡ്ജസന്റ് വെർട്ടീസസ് ആകാത്തതെല്ലാം കോംപ്ലിമെന്റ് അഡ്ജസന്റ് വെർട്ടീസസ് ആക്കണം. ആരേലും പറയ്. ഇവിടെ അല്ലാത്ത അഡ്ജസന്റ് അല്ലാത്ത എല്ലാം കോംപ്ലിമെന്റ് അഡ്ജസന്റ് ആക്കണം. എ ടു ഡി. എ നോക്കടേ വേറെ. എ ടു ഇ. ആ. സി ബിയോ? ടു ഇ. സി ടു ഇ. പിന്നെ ബി ടു ഡി. ആ. ഇത്രയല്ലേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അന്ന് ക്ലാസ് ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിക്കണം, അന്ന് നമ്മൾ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം പഠിച്ചു. പിന്നീട് ഐസോമോർഫിക് ഗ്രാഫ്സ് പഠിച്ചു. അപ്പൊ ഒരു ഗ്രാഫ് അതിന്റെ കോംപ്ലിമെന്റുമായിട്ട് ഐസോമോർഫിക് ആണ്, അത് സെൽഫ് കോംപ്ലിമെന്ററി എന്ന് പഠിച്ചു. അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു. പിന്നെ അന്ന് ആ പ്രാവശ്യം തന്നെ വന്ന് വേറെ ക്വസ്റ്റ്യൻ എഴുതാം. V1, V2, V3, V4, V5, V6. ഇത് വെർട്ടെക്സ് അല്ല. എന്നിട്ട് ക്വസ്റ്റ്യൻ വന്നത് റൈറ്റ് ദി അഡ്ജസൻസി മെട്രിക്സ് എന്ന ചെയ്തേ. റൈറ്റ് ദി അഡ്ജസൻസി മെട്രിക്സ്. അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാനാ ക്വസ്റ്റ്യൻ. എഴുതാൻ അഡ്ജസൻസി മെട്രിക്സ്. വരച്ചിട്ട് എഴുതിയിട്ട് പറയണം. എങ്ങനെ വരയ്ക്കുന്ന ചെയ്യുന്നേ? അലീഷ പറയാടാ. അലീഷ, എബിനെ ഒന്ന് പറയ്. അനൂപ് ഉണ്ടോ? അറിയാവുന്ന ആരേലും ഉണ്ടേ പറഞ്ഞ അഡ്ജസൻസി മെട്രിക്സിന്റെ ഫോർമേഷൻ പറയാമോ? അഡ്ജസൻസി മെട്രിക്സ് ആണോ? അതൊന്നും എനിക്കറിയത്തില്ല. അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഉത്തരം പറ. എത്ര വെർട്ടീസസ് ഉണ്ടോ അത്രയും വെർട്ടീസസ് നമ്മൾ റോ വൈസും കോളം വൈസും എഴുതി. 5 വെർട്ടീസസ് ആണെങ്കിൽ അതിന്റെ ഓർഡർ 5/5 ആണെന്ന് പഠിച്ചു. V1, V2, V3, V4, V5. ഇതും അതുപോലെ തന്നെ V1, V2, V3, V4, V5. പറയടാ, ഇനി ബാക്കി പറയും. നമ്മള് പല മെട്രിക്സ് റെപ്രസെന്റേഷൻ പഠിച്ചു. ഇൻസിഡൻസ്, പാത്ത്, ഇതെല്ലാം പഠിച്ചു. V1-ൽ നിന്നും V1-ലോട്ട് ഓർക്കുന്നോ? 0. ഫില്ല് ചെയ്തേടാ, എന്നിട്ട് പറഞ്ഞാൽ മതി മൊത്തം. ഫില്ല് ചെയ്തേ. വേറെ ക്വസ്റ്റ്യൻ പേപ്പറോ? ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്. 0 ശരിയാടാ. ശരിയാ. V1 to V2 1. പിന്നെ V1 to V3 0. എടാ മൊത്തം അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ V4 1. V5 0. ശരിയാ. V6 1. എടാ V6 ഉണ്ട്. സോറി, മൈ മിസ്റ്റേക്ക്. V6 ഓക്കെ, കണ്ടില്ല.
പിന്നെ അടുത്തത് V2 to V1 1 ആ 0 1 V4 0 സീറോടാ 0 ആ 0 ആ 1 0. ശരിയാ. ഓക്കെ. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അഡ്ജസൻസി മെട്രിക്സ് പഠിച്ച കുട്ടികൾക്ക് അറിയാം. ഓക്കെ, നോ പ്രോബ്ലം, അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫിൽ പഠിക്കുന്നതാണ് കളറിങ്. അപ്പൊ അത് കളറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അഡ്ജസന്റ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു എഡ്ജെങ്കിലും വന്നാൽ ആ 2 വെർട്ടീസസും അഡ്ജസന്റ് ആണ്. അഡ്ജസന്റ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് എങ്കിലും വേണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എഴുതുക: ഫൈൻഡ് എ മിനിമൽ കളറിങ്. മിനിമൽ അല്ല മിനിമം കളറിങ്. ഗ്രാഫ് കാണിക്കാം, നോക്കുക. V1, V2, V3, V4, V5, V6. 6 വെർട്ടീസസ്. പിന്നെ വേറൊരെണ്ണം നടുക്ക് V7, V8, V9. V7, V8, V9. ഇത്ര അങ്ങോട്ട് ആദ്യം വരയ്ക്ക്. പിന്നെ കണക്ഷൻ V1 to V7, V5 to V9, V6 to V9, V6 to V7, V7 to V2, V8 to V3, V9 to V4. ഇത്രയുണ്ട്. ഇത്രയാണ് അവിടെ കണക്ഷൻസ് തന്നിരിക്കുന്നത്. അതായത് മിനിമൽ കളറിംഗ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ. അത് ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ സൈ പോലെ, വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ. ഈ എക്സ് ഇങ്ങനെ വളച്ചൊടിച്ചിട്ടാ മതി, അതാണ് സൈ ഓഫ് ജി. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫിൽ വെർട്ടെക്സ് കളർ ചെയ്യുമ്പം മിനിമം കളർ കൊണ്ട് വേണം ഈ ഗ്രാഫ് ഫില്ല് ചെയ്യാൻ. അതില് അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടീസസ് തമ്മിൽ സെയിം കളർ വരാൻ പാടില്ല. ഇപ്പൊ ദേ ഇവിടെ നമ്മൾ ഒരു കളർ കൊടുത്തു 1, ഇവിടെ ഒരു കളർ 1 കൊടുത്തു. അപ്പൊ V2-വിന് ആ കളർ വരാൻ പാടില്ല, കാരണം അഡ്ജസന്റ് വെർട്ടീസസ് ആണ്. അപ്പൊ അതിന് വേറെ കളർ കൊടുത്തു. V1 വേറെ ഏതൊക്കെ അഡ്ജസന്റ് ആയിട്ടുണ്ടോ അങ്ങോട്ടൊന്നും സെയിം കളർ വരാൻ പാടില്ല. മിനിമം കളർ കൊണ്ട് ഈ ഗ്രാഫ് ഫില്ല് ചെയ്യാൻ വേണം വെർട്ടെക്സ്. അപ്പൊ ഇവിടെ വേറെ കളർ കൊടുത്തു 3. തോന്നുന്ന കളർ കൊടുക്കരുത്. ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന കളർ തമ്മിൽ മാറ്റി മാറ്റി കൊടുത്ത് മിനിമം നമ്പർ കൊണ്ട് വേണം ആ കളർ ഫില്ല് ചെയ്യാൻ. അഡ്ജസന്റ് വെർട്ടീസസ് തമ്മിൽ സെയിം കളർ വരാൻ പാടില്ല. പിന്നെ ഈ 1 എവിടെയൊക്കെ കൊടുക്കാന്നൊന്ന് നോക്കിയേ. 1 അഡ്ജസന്റ് വെർട്ടീസസ് തമ്മിൽ വരരുതെന്നേ ഉള്ളൂ. 1 ഇവിടെ കൊടുക്കാലോ. V5 ഇത് ഇവിടെ 1. V3-ലും V3-ല് കൊടുക്കാവോ 1? കൊടുക്കാടാ, കൊടുക്കാം. കൊടുത്തേ, ഫില്ല് ചെയ്തേ. V6-ന് നോക്കട്ടെ, ഇവിടുത്തെ ഒന്ന് ഫില്ല് ചെയ്തേ. V6 കൊടുക്കാമേ. V6 പറഞ്ഞേ. 1, 2, 3 നമ്മൾ കൊടുത്തു. V6-ന് ഈ 1, 2, 3 ഏതെങ്കിലും കൊടുക്കാവോ?
2 കൊടുക്കാൻ പറ്റുമോ? V6ന് 2 കണക്ഷൻ ഇല്ലല്ലോ, ഇതുമായിട്ട് അഡ്ജസ്റ്റന്റ് അല്ല. മിസ് V8 2 കൊടുക്കത്തില്ലേ? V8ന് 2 കൊടുക്കാലോ. V8ന് 2 കൊടുക്കാം, അഡ്ജസ്റ്റന്റ് അല്ല. ആ V8ന് 2. V9 V4 V4 2 കൊടുക്കത്തില്ലേ? 3യോ? അല്ല 2. അപ്പൊ ഇതിന് നമ്മൾ എന്നാ കൊടുക്കും? V3ക്ക് എന്ത് കൊടുക്കൂടാ? V3 നോക്കി പറഞ്ഞ. V9 ഉണ്ടേ, V9 അങ്ങോട്ട് നമ്മള് അത് പെൻസിൽ ഉപയോഗിച്ച ഫില്ല് ചെയ്യാവുള്ളേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താലേ അത് മിനിമം ഇത് വരാവുള്ളൂ. B4 അത് ഫില്ലാകണം. V4ന് ഇപ്പം 2 കൊടുത്തു. V4ന് ഇപ്പൊ ഒരു 3 കൊടുത്തെങ്കിൽ, V4ന് 3 കൊടുത്തെങ്കിൽ V9ന് 2 കൊടുക്കാം. V9ന് 2 കൊടുക്കാം. V8ന് അപ്പൊ 1 കൊടുക്കാം. V8ന് 1. അപ്പൊ V3ക്ക് ഇതിലേതേലും പറ്റുമോ? 3 2 1. 3 ഇവിടെ പറ്റത്തില്ല, 1 ഇവിടെ പറ്റത്തില്ല, 2ഉം പറ്റത്തില്ല. അതെ, ഇവിടെ 2 ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ 4 പറ്റുള്ളൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ മാറ്റി മാറ്റി ക്ലാസ് കഴിയുമ്പോൾ ചെയ്ത് നോക്കണേ. വേറെ 1 2 3 ഏതേലും ഒക്കെ കൊടുത്ത് മിനിമം നമ്പർ കളർ കൊണ്ട് വേണം ഫില്ല് ചെയ്യാൻ. അപ്പൊ എത്ര കളറാണോ ഫില്ല് ചെയ്ത് അതാണ് അവിടുത്തെ ക്രോമാറ്റിക് നമ്പർ. അപ്പൊ 4 കളർ. ഇതിൽ 4 കൊടുക്കാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവിടെ നിങ്ങൾ വേറെ വാല്യൂ കൊടുത്തെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ഒരു 4 വന്നേനെ. വേറെ ഗ്രാഫ് കാണിക്കാം. വൺ ടു ത്രീ ഫോർ 5 ഫില്ല് ചെയ്തേ. 5 വെർട്ടീസസ് ആണേ. പേര് കൊടുത്തേക്കാം. V1 V2 V3 V4 V5. V1ന് 1 കൊടുത്തു. V1ന് 1. 1ന് എവിടെയെങ്കിലും കൊടുക്കാവോ? V3ക്ക് കൊടുക്കാവോ? ആ 1 കൊടുക്കാം. പിന്നെ 1 വേറെ പറ്റത്തില്ലെന്ന് തോന്നുന്നു. V2ന് നമ്മൾ 2 കൊടുത്തു. 2 എവിടെ കൊടുക്കാൻ? 2 കൊടുക്കാം. ആ ശരിയാടാ, 2. V3ക്ക് വേറെ 3. കറക്റ്റ്, വെരി ഗുഡ്. അപ്പൊ ക്രോമാറ്റിക് ഇൻഡെക്സ് ഓഫ് ദി ഗ്രാഫ് എന്നും പറയാം, ക്രോമാറ്റിക് നമ്പർ എന്നും പറയാം. അതാണ് 3. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. 2-3 പ്രാവശ്യം വന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്.
ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ എഴുതേ. ഡ്രോ ദി മിനിമം സ്പാനിങ് ട്രീ ഫോർ ദി ഗ്രാഫ് ജി. ഡ്രോ ദി മിനിമം സ്പാനിങ് ട്രീ ഫോർ ദി ഗ്രാഫ് ജി. ഡ്രോ ദി മിനിമം സ്പാനിങ് ട്രീ ഫോർ ദി ഗ്രാഫ് ജി. അപ്പൊ ഓർക്കണം, നമ്മൾ മിനിമം സ്പാനിങ് ട്രീ പഠിച്ചത് 2 അൽഗോരിതം വെച്ചിട്ടാണ്. ക്രസ്കലും പ്രിംസ് അൽഗോരിതം. അതിലേതേലും ഒന്ന് വെച്ച് ചെയ്യണം. ഇവിടെ 2 വെർട്ടീസസ്, ഇങ്ങോട്ട് 2, ഇവിടെ 2, ഇതിന് 2. എ ബി സി ഡി. ഇവിടെ ഇ എഫ് ജി എച്ച്. 4 ഇവിടെ, ഇവിടുത്തെ വെയിറ്റ് 2, ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 5, 5, ഇവിടെ 7, ഇവിടെ 6, 18, ഇവിടെ 9, 12, 11. എല്ലായിടത്തും വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ക്രസ്കലോ പ്രിംസോ വെച്ച് വരയ്ക്കുക. മിനിമം വെയിറ്റോട് കൂടി സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം. ക്രസ്കലോ പ്രിംസോ അൽഗോരിതോ വെച്ച് ചെയ്യണം. വെർട്ടീസസ് എല്ലാം അതുപോലെ ലിസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മിനിമം വെയിറ്റ്, ഫസ്റ്റ് മിനിമം, നെക്സ്റ്റ് മിനിമം, നെക്സ്റ്റ് മിനിമം, അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ക്രസ്കല്. സർക്കിൾ വരാൻ പാടില്ല. ആദ്യം വെർട്ടീസസ് എല്ലാം അതുപോലെ ലിസ്റ്റ് ചെയ്യണം. എ ബി സി ഡി. പിന്നെ ഇവിടെ ഇ എഫ് ജി എച്ച്. ഫസ്റ്റ് മിനിമം 1 ആണ്. ഇ ടു എച്ച് കണക്ട് ചെയ്ത് ക്രസ്കൽ വെച്ചോ പ്രിംസ് വെച്ചോ ചെയ്യാം. ഞാൻ ക്രസ്കൽ വെച്ച് അങ്ങ് ചെയ്യാം. ഇ ടു എച്ച് 1. നെക്സ്റ്റ് മിനിമം, അടുത്ത മിനിമം 2, സി ടു ഇ 2, അടുത്തത് 3, എച്ച് ടു ബി 3. പിന്നെ ഇവിടെ 4, സി ടു ബി 4. സി ടു ബി 4 വരയ്ക്കാൻ പാടില്ല, കാരണം സൈക്കിളായി മാറും. അപ്പൊ സി ടു ബി ഇല്ല, സി ടു ബി അവോയ്ഡ് ചെയ്തു. സി ടു ബി 4 വരച്ചാൽ അത് സർക്യൂട്ടായി മാറും. ട്രീ ആണ് വേണ്ട, സ്പാനിങ് ട്രീ. സ്പാനിങ് സബ്ഗ്രാഫും ട്രീയും ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം, അസൈക്ലിക്കും ആയിരിക്കണം. അപ്പൊ സി ടു ബി ഇല്ല. പിന്നെ 5, ജി ടു എച്ച് 5. 6, എ ടു ബി 6. 7, ജി ടു എ 7 വരയ്ക്കാൻ പാടില്ല, ക്ലോസ്ഡ് ആയി മാറും. അത് വിട്ടു. പിന്നെ ഏതാ ചെറുത്? 9, ഡി ടു എഫ്. വേറെ ഏതാണ്? ഡി ടു എഫ് 9. പിന്നെ 11, എഫ് ടു ഇ 11. 12 വരയ്ക്കാൻ പറ്റത്തില്ല, ക്ലോസ്ഡ് ആയി പോകും. ഡി ടു എ വരച്ചാലും
ക്ലോസ്ഡ് കിട്ടും, അതും പറ്റത്തില്ല. D2A വരച്ചാലും ക്ലോസ്ഡ് സർക്യൂട്ട് കിട്ടും, അതും പറ്റത്തില്ല. അപ്പൊ നമുക്ക് n വെർട്ടീസസിന് എപ്പോഴും n-1 എഡ്ജസ് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. എത്ര വെർട്ടീസസ് ആണോ അതിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും എഡ്ജസിന്റെ എണ്ണം. ഇങ്ങനെ വരയ്ക്കുന്ന സ്പാനിങ് ട്രീ മിനിമം വെയിറ്റ് ആയിരിക്കും കിട്ടുക. ക്രെസ്കലോ പ്രിംസ് അൽഗോരിതത്തിലോ ചെയ്യാം. കോംപ്ലിമെന്റ് വരയ്ക്കാനും കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എഴുതാനും ഒക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ. റെക്കറൻസ് സൊല്യൂഷൻ, ബൈപാർട്ടേറ്റ് ഗ്രാഫ് അതിന്റെ എക്സാമ്പിള് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. കംപ്ലീറ്റ് ഗ്രാഫ് അതിന്റെ എക്സാമ്പിൾ അതും പഠിച്ചു. അതെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന. സബ് ഗ്രാഫ് വരയ്ക്കാനുണ്ട്. ഐസോമോർഫിക് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. നോക്കട്ടെ വേറെ ക്വസ്റ്റ്യൻസ്. ഡ്രോ K5 ക്വസ്റ്റ്യൻ ഇതുണ്ട്. K5 വരച്ചിട്ട്, K5 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. എന്നിട്ട് അതിന്റെ ക്രോമാറ്റിക് നമ്പർ കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഡെഫിനിഷൻ, കട്ട് സെറ്റ് കട്ട് സെറ്റ് നമ്മൾ പഠിച്ചില്ല, പഠിക്കണം അടുത്ത ക്ലാസ്സിൽ. കമ്പോണന്റ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓരോ പാർട്ടായിട്ട് വരുന്നതാണ് കമ്പോണന്റ് ഡിസ്കണക്റ്റഡ് ഗ്രാഫിന്റെ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി എടുക്കാം. ഇത്രയും നോക്കുക.